പെരുങ്കളിയാട്ടങ്ങളുടെയെല്ലാം പെരുങ്കളിയാട്ടമായ പയ്യന്നൂർ ശ്രീ കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ടം 2024 ഫെബ്രുവരി 25 മുതൽ മാർച്ച് 3 വരെ നടക്കും. 28 വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന കാപ്പാട്ടുകഴകത്തിൽ കലവറ നിറക്കൽ ചടങ്ങ് ഫെബ്രുവരി 23 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. പ്രധാന കോയ്മ തറവാടായ കരിപ്പത്ത് തറവാട്ടിലെ മൂത്താമ്മ കന്നിക്കൊട്ടിലിൽ കെടാദീപം തെളിയിക്കുന്നതോടെയാണ് കലവറ നിറക്കൽ ചടങ്ങ് ആരംഭിക്കുന്നത്. തുടർന്ന് കരിപ്പത്ത് തറവാട്ടിൽ നിന്നും അന്നദാനത്തിനുള്ള ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലവ്യഞ്ജനങ്ങൾ ഒന്നൊന്നായി കന്നിക്കലവറയിൽ സമർപ്പിക്കും. പിന്നീട് ക്ഷേത്രങ്ങളിൽ നിന്നും സ്ഥാനങ്ങളിൽ നിന്നും തറവാടുകളിൽ നിന്നും വീടുകളിൽ നിന്നും കൊണ്ടുവരുന്ന സാധന സാമഗ്രികൾ കന്നിക്കലവറയിൽ നിറക്കും. ഫെബ്രുവരി 25 പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവരുന്നതോടെ പെരുങ്കളിയാട്ടത്തിന് തുടക്കമാകും. എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ദീപം പള്ളിയറയിലെ വിളക്കുകളിലേക്കും പാചകശാലയിലെ അടുപ്പുകളിലേക്കും പകരുന്നതോടെ കളിയാട്ടക്കളം സജീവമാകും. 7 രാവുകളും 7 പകലുകളിലുമായി നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന് വന്നെത്തുന്ന ഭക്തജനങ്ങൾക്ക് 14 നേരം അന്നദാനം ഒരുക്കുന്നതിന് കലവറ ബാല്യക്കാർ വ്രതശുദ്ധിയോടെ സജ്ജരാകും. പിന്നീടങ്ങോട്ട് 39 തെയ്യക്കോലങ്ങളുടെ വെള്ളാട്ടങ്ങളും തോറ്റങ്ങളും ക്ഷേത്രാങ്കണത്തിൽ നിറഞ്ഞാടും. ഒരേ സമയം 5000 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള ഭക്ഷണപ്പന്തൽ ഒരുങ്ങിക്കഴിഞ്ഞു. ദിവസം 2 നേരങ്ങളിലായി 1,00,000 പേർക്ക് അന്നദാനം നൽകുന്നതിനുള്ള സംവിധാനം കലവറയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ച് കഴക പരിസരത്ത് ആരോഗ്യ പവലിയൻ സജ്ജമാക്കിയിട്ടുണ്ട്. 24 മണിക്കൂറും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാകും. പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. 1000-ലധികം പുരുഷ വനിതാ വളണ്ടിയർമാരുടെ സേവനവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വാഹന പാർക്കിങ്ങിന് 50-ലധികം കേന്ദ്രങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 25 വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്നും പെരുങ്കളിയാട്ട ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് 1 കേരള, പയ്യന്നൂർ.